സമ്പൽ സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും പുതുവർഷമാണ് മലയാളികൾക്ക് ചിങ്ങമാസം. സ്വർണ്ണവർണ്ണമുള്ള നെൽക്കതിരുകൾ പാടങ്ങൾക്ക് ശോഭ പകരുന്ന കാലം. കാർഷിക സമൃദ്ധിയിലൂന്നിയ കേരളക്കരയ്ക്ക് ഇത് കർഷക ദിനം കൂടിയാണ്. കള്ളക്കർക്കടകത്തിന്റെ കാറും കാറ്റുമകന്ന പ്രകൃതി. തിരിമുറിയാതെ മഴ പെയ്തിരുന്ന കർക്കടകത്തിന്റെ ദുരിതങ്ങൾ മലയാളികൾ മറക്കാൻ തുടങ്ങുകയാണ്. കർക്കടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നൊരു ചൊല്ലുണ്ട്. അങ്ങനെ അറുതിയും വറുതിയും വഴിമാറി ഒരു ചിങ്ങം കൂടി പിറന്നിരിക്കുന്നു. കൊയ്തെടുത്ത നെല്ലുകൊണ്ട് പത്തായം നിറച്ചിരുന്ന പഴയ കാലത്തിന്റെ ഗൃഹാതുരതയാണ് മലയാളിക്ക് ചിങ്ങമാസം. ശ്രേഷ്ഠമായ കാർഷിക സംസ്കാരത്തിന്റെ പൈതൃകം പേറുന്ന മലയാളിക്കിത് കർഷക ദിനം കൂടിയാണ്. എന്നാൽ എല്ലുമുറിയെ പണിയെടുക്കുന്ന കർഷകർക്ക് പറയാനുള്ളത് നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രം. കർഷക ദിനാചരണമെല്ലാം ഇന്ന് കേവലം അവാർഡുകളിൽ മാത്രമായി ചുരുങ്ങുകയാണ് എന്നാണ് കർഷകരുടെ പരാതി. ചിങ്ങം ഒന്ന് നമ്മൾ കർഷക ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഇപ്പം കർഷക ദിനമൊക്കെ ഒരു അവാർഡ് ദാന ചടങ്ങും അങ്ങനെ ഒരു ചെറിയ സംഭവങ്ങളൊക്കെ ആയിട്ട് ചുരുങ്ങി പോകുന്നുണ്ട്. വെള്ളത്തിൽ മുങ്ങിക്കിടന്ന പാടങ്ങൾ കൃഷിക്കായൊരുക്കി വിത്ത് വിതയ്ക്കാൻ പാകപ്പെടുത്തുകയാണ് കർഷകർ. കൃഷിയിൽ സമ്പന്നത വിളഞ്ഞു നിന്നിരുന്ന ആ പഴയ നാളുകൾ തിരികെ വരുമെന്ന പ്രതീക്ഷയൊന്നും ഇപ്പോൾ ഇല്ല. കൃഷി കേരളത്തിന് അന്യമാകുന്ന കാലം വന്നുകൂടാ എന്ന ആഗ്രഹം മാത്രം. യുവാക്കള് കൃഷിയിലേക്ക് വരുന്ന ഈ നാട്ടില് കുറവാണ്. നമ്മുടെ പാലക്കാടും തൃശ്ശൂരും മലപ്പുറം ഭാഗത്തൊക്കെ നമ്മുടെ ചങ്ങായിമാരും ട്രാക്ടറൊക്കെ ഇതാക്കുന്നത്. അവിടെ മെയിനായിട്ടും കൂടുതലും പുതിയ ആൾക്കാരാണ് കൃഷിയിലേക്ക് വരുന്നത്. ഇവിടെ പറഞ്ഞോ പുതിയ ആൾക്കാർ വരുന്നില്ല. ചിങ്ങമെത്തുമ്പോൾ മലയാളികളുടെ പ്രതീക്ഷകൾ വാനോളമാണ്. ഒപ്പം കാണം വിറ്റിട്ടാണെങ്കിലും ഓണമുണ്ണാൻ തയ്യാറെടുപ്പുകൾ നടത്തേണ്ട സമയമായി എന്ന ഓർമ്മപ്പെടുത്തലും. ഇനി ഓണനാളുകൾക്കായുള്ള കാത്തിരിപ്പാണ്. ഏത് നാട്ടിൽ കഴിഞ്ഞാലും പ്രായം എത്ര പിന്നിട്ടാലും മലയാളിയുടെ മനസ്സിൽ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾ തന്നെയാണ് ചിങ്ങമാസവും പൊന്നോണവുമെല്ലാം. കർഷകർക്ക് ഇത് പ്രത്യാശയുടെയും കാത്തിരിപ്പിന്റെയും നാളുകൾ കൂടിയാണ്. വയലുകളെല്ലാം പൊൻകതിരുകളാൽ സമ്പന്നമാവട്ടെ, പറയും പത്തായവും നിറയട്ടെ. എം എൻ നിതീഷിനോടൊപ്പം ദിൽഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.